പെരുങ്കള്ളിയെ സൂക്ഷിക്കണം. ഇവൾ ആരാണെന്നറിയാമോ? 13 വയസ്സ് മാത്രമേ ഇവക്കുള്ളൂ. 10 പേര് തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് വ്യാജ പരാതി കൊടുത്തവളാണ്. ഇന്ന് പോലീസ് അത് കണ്ടുപിടിച്ചു. കൂടെ പഠിക്കുന്ന 6 ആൺകുട്ടികളെ കസ്റ്റഡിയിലെടുത്തു പോലീസ്. അവരുടെ അച്ഛനും അമ്മയൊക്കെ എത്രമാത്രം വേദനിച്ചു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മക്കളെയാണ്, നിങ്ങളുടെ ആൺകുട്ടികളെയാണ് അങ്ങനെ പോലീസ് പീഡന പരാതിക്ക് പോക്സോയ്ക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം വേദന ഉണ്ടാകും? അങ്ങനെ പോക്സോയ്ക്ക് അറസ്റ്റ് ചെയ്താൽ വർഷങ്ങൾ, ഒരുപക്ഷെ 7 or 10 വർഷം ജയിലിൽ കിടക്കണം. അവൻ്റെ അമ്മ, ആ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ പയ്യന്മാരുടെ അമ്മ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകും? അവരുടെ അച്ഛന്, അവരുടെ കുടുംബത്തിന് എത്രമാത്രം നാണക്കേടുണ്ടാകും? ഈ പെരുങ്കള്ളി 13 വയസ്സ് മാത്രം പ്രായം 10 പേർക്കെതിരെ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് വ്യാജ പരാതി കൊടുത്തു. കേരളം മുഴുവൻ 2 ദിവസം ഞെട്ടി. ഒരു പെൺകുട്ടി വന്ന്, 13 വയസ്സുള്ള പെൺകുട്ടി വന്ന് തന്നെ 10 പേര് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞത് അത് കള്ളത്തരമാണ് എന്ന് പോലീസ് കണ്ടുപിടിച്ചു. പച്ചക്കള്ളം. എന്താണെന്നറിയാമോ? ഇവക്ക് ഒരു പയ്യനോട് പ്രണയം, ആ പയ്യൻ മൈൻഡ് ചെയ്യുന്നില്ല. പ്രണയ നൈരാശ്യം മൂത്ത് ആ പയ്യൻ തന്നെ അല്ലെങ്കിൽ ഇവളെ മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് ബാക്കിയുള്ളവരെ കൊടുക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ കൊണ്ടാണ് മിഷൻ മെൻസ് കമ്മീഷൻ എപ്പോഴും മെൻസ് കമ്മീഷൻ വേണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഭാഗ്യത്തിന് പോലീസുകാർ പിടിച്ചു. നാളെ കുറച്ചുകൂടെ വളരുമ്പോൾ ഇതിനേക്കാൾ വലിയ പെരുങ്കള്ളിയായിട്ട് ആർക്കെതിരെയും കുറച്ചുകൂടെ പ്ലാൻ ചെയ്ത് പരാതി കൊടുത്താൽ അവർ കുടുങ്ങിപ്പോവും, ജീവിതമില്ലാതാകും, 10-15 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും എന്ന തിരിച്ചറിവ് നമ്മളിൽ പലർക്കും ഇല്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ഈ വാർത്ത കേൾക്കാം. ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചു ആ പത്രക്കാരൊക്കെ പറയുന്നതല്ലേ, ശരിയായിരിക്കും. നമുക്ക് ഏറ്റവും പ്രമുഖ ചാനലിലെ ഏറ്റവും പ്രമുഖനായ PG സുരേഷ് കുമാർജി തന്നെ പറയുന്നത് നോക്കാം. ഇന്നലെ ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ തന്നെ പ്രേക്ഷകരോട് പറയാൻ ഞാൻ ഒരുപാട് മടിച്ചാണ് സംസാരിച്ചത്. കാരണം ആ വാർത്ത കേൾക്കാൻ നമ്മൾ ആരും അത്ര ഇഷ്ടപ്പെടുന്ന വാർത്ത ആയിരുന്നില്ല. പക്ഷെ അതിലൊരു വലിയ ട്വിസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പെൺകുട്ടിയെ സഹപാഠികൾ പീഡിപ്പിച്ചെന്ന പത്തനംതിട്ടയിൽ നിന്നുള്ള വാർത്ത ഇന്നലെ നമ്മൾ ഞെട്ടലോടെ കേട്ടു രാവിലെ. പക്ഷേ ഈ പോക്സോ കേസിൽ അമ്പരപ്പിക്കുന്ന വെടിത്തിരിവുണ്ടായതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. 10 പേർ തന്നെ പീഡിപ്പിച്ചെന്ന 13കാരുടെ മൊഴി പൂർണ്ണമായും കളവാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. സഹപാഠിയുമായി ബ്രേക്കപ്പ് ആയതിന്റെ ദേഷ്യത്തിൽ കെട്ടിച്ചമച്ച കഥ എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. വൈദ്യ പരിശോധനയിൽ ലൈംഗിക ചൂഷണം നടന്നിട്ടില്ല എന്ന് തെളിഞ്ഞു. 13 വയസ്സായ കുട്ടി. 2-3 ചാനലിൽ വ്യത്യസ്ത രീതിയിൽ പറയുന്നുണ്ട്. ഏഷ്യാനെറ്റിൽ അതായത് ബ്രേക്കപ്പ് ആണ്, അവൻ മൈൻഡ് ചെയ്യുന്നില്ല, പ്രണയ നൈരാശ്യമാണ്. കസ്റ്റഡിയിലെടുത്ത 6 പേരെ, കൂടുള്ള 6 പേരെ, 6 പയ്യന്മാരെ, അതായത് 13ഉം 14ഉം വയസ്സുള്ള 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന നമ്മുടെ ആൺകുട്ടികളെ അറസ്റ്റ് ചെയ്താൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വേദന എത്രമാത്രമെന്ന് ഓർക്കണം. മോഹൻ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. കൃഷ്ണമോഹൻ, വല്ലാതെ കേരളം ഞെട്ടിയ വാർത്തയാണ് ഇന്നലെ. പക്ഷേ അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ 13കാരി 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി കളവ് പറഞ്ഞുണ്ടാക്കിയതാണ് എന്ന് പറയുന്നു. 2 കേസ് എടുത്തു. എന്ത് സംഭവിക്കുകയാണ്? ഗൗരവമേറിയ മൊഴി കിട്ടിയതിന് പിന്നാലെ 2 പോക്സോ കേസുകൾ കൂടുതൽ പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിൽ പെൺകുട്ടി പറഞ്ഞ, കൗൺസിലിംഗിൽ ചൈൽഡ് ഹെൽപ്പ് ലൈനോട് പറഞ്ഞ 10 പേരുകളിലേക്കായിരുന്നു പിന്നീട് പോലീസിന്റെ അന്വേഷണം പോയത്. ആ 10 പേരുകളിൽ 6 പേരെ ഏകദേശം കണ്ടെത്തുകയും അതിൽ ഈ പെൺകുട്ടിയുമായി അടുപ്പമുണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ പ്രണയം ഉണ്ടായിരുന്ന ആ സഹപാഠി കൂടി ഉണ്ടായിരുന്നു, അവരടക്കം 6 പേരെ പോലീസ് കൂട്ടിക്കൊണ്ടുവന്ന് വിശദമായി ചോദ്യം ചെയ്യുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷവും നമ്മൾ പോലീസിനെ ബന്ധപ്പെടുന്നു. എന്നാൽ തെളിവുകൾ കിട്ടിയെങ്കിൽ എന്തുകൊണ്ട് അറസ്റ്റിലേക്ക് പോകുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ പോലീസിന് അതിൽ ചില സംശയങ്ങൾ ഒരുപാടുണ്ട് എന്ന് ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. വൈകിട്ടോടെ ഇതിന്റെ വൈദ്യപരിശോധന ഫലം വന്നു. ആ വൈദ്യപരിശോധനയിൽ പെൺകുട്ടി പറഞ്ഞ രീതിയിലുള്ള ലൈംഗിക ചൂഷണങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന റിപ്പോർട്ട് വന്നു. പിന്നീട് പോലീസിന് 13 വയസ്സ് പോകാൻ കഴിയാത്ത സ്ഥിതി വന്നു. മാത്രമല്ല അടുത്തൊന്ന് കേട്ടോളെ, ശ്രദ്ധിച്ച് കേട്ടോളെ. ദിവസങ്ങളിൽ പെൺകുട്ടി ചൈൽഡ് ഹെൽപ്പ് ലൈന് കൊടുത്ത മൊഴിയും പിന്നീട് വൈകുന്നേരം ഈ മെഡിക്കൽ പരിശോധന റിപ്പോർട്ടിന് ശേഷം പോലീസ് ചോദിച്ചപ്പോൾ പറയുന്ന മൊഴിയും തമ്മിൽ വലിയ പോരായ്മകളും വൈരുദ്ധ്യങ്ങളും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പോലീസ് തീരുമാനിച്ചു ഉടൻ ഇതിൽ അറസ്റ്റിലേക്ക് പോയാൽ കോടതിയിലടക്കം പോലീസ് ഉദ്യോഗസ്ഥർക്ക് അത് വലിയ രീതിയിൽ ദോഷമായി ബാധിക്കും. അതായത് അറസ്റ്റിലേക്ക് പോയാൽ കോടതിയിലടക്കം തിരിച്ചടി നേക്കുമെന്ന്. അങ്ങനെയായിരിക്കും പോലീസുകാരോട് പറഞ്ഞത്. പോലീസുകാരൻ്റെ ഒരു നന്മയില്ലേ? അവനെന്താ ബുദ്ധിയും ബോധവും ഇല്ലേ? അവന്റെ വീട്ടിൽ ആൺകുട്ടികളില്ലേ? അങ്ങനെ അറസ്റ്റ് ചെയ്താലേ കോടതി ജയിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണോ അറസ്റ്റ് ചെയ്യാത്തത്? പച്ചക്കള്ളം പറഞ്ഞ ആണുങ്ങളെ കുടുക്കിയ ഒരു പെണ്ണ് കോടതി ജയിക്കാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് നമുക്ക് പോകണ്ടെന്നാണോ പറയുന്നത്? അവൾക്കെതിരെ കേസെടുക്കുമോ? ഇല്ല. അതാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ ശാപം. ആ 13കാരിയായ പെരുങ്കള്ളി പച്ചക്കള്ളം പറഞ്ഞവർക്കെതിരെ കേസെടുക്കാൻ ഈ നാട്ടിൽ വകുപ്പുണ്ടോ? വകുപ്പുകളുണ്ട്, പക്ഷെ ആരും എടുക്കില്ല. ഇതാണ് നമ്മുടെ നാടിന്റെ ശാപം. ആ പിള്ളേരെ വ്യാജമായി അറസ്റ്റ് ചെയ്ത് പോലീസുകാർക്ക് അങ്ങനെ ഒരു മൊഴി കിട്ടിയാൽ അവർ പ്രാഥമിക അന്വേഷണം നടത്തണമായിരുന്നു. പക്ഷെ പോട്ടെ, എന്തായാലും അവരെ കസ്റ്റഡിയിൽ എടുത്തതിന് ഈ പെണ്ണിനെ വ്യാജ കേസ് കൊടുത്തു എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യണം. അത് ചെയ്യാൻ ഉള്ള നട്ടല് നമ്മുടെ പോലീസുകാർക്കില്ല. തെറ്റായ നിരപരാധികളെ കുടിക്കുക വലിയ വിവാദത്തിലേക്ക് പോകും. സാറേ, അതുകൊണ്ടല്ല, വിവാദമാവുന്നതുകൊണ്ടല്ല. നാട്ടുകാർക്ക് ജീവിക്കണ്ടേ? ഈ നാട്ടിൽ ജനിച്ചു പോയി ആണായി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആത്മഹത്യ ചെയ്യണോ? ഈ നാട്ടിൽ ആണായി ജനിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ട് തൂങ്ങിച്ചാവണോ? പുഴയെ ചാടിച്ചാവണോ?
അതായത് അങ്ങനെ വിവാദം ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ് പോലീസുകാർ അറസ്റ്റ് ചെയ്തില്ല. എന്തൊരു ശപിക്കപ്പെട്ട സിസ്റ്റമാണിത്. ചെയ്യാൻ കഴിയില്ല പോലീസിന്. അതുകൊണ്ട് പോലീസ് തീരുമാനിച്ചു കസ്റ്റഡിയിലെടുത്ത 13 പേരെയും തൽക്കാലത്തേക്ക് വിട്ടയക്കാം. 6 പേരെയും കസ്റ്റഡിയെടുത്ത 6 പേരെയും 2 പ്രായപൂർത്തിയായവരും ഒപ്പം തന്നെ അല്ലാത്ത 4 പേരും ഉൾപ്പെടെ 6 പേരെ തൽക്കാലത്തേക്ക് വിട്ടയക്കാം. എന്തൊരു ശാപമാണ്, എന്തൊരു പ്രണയനൈരാശ്യം മൂലമുള്ള പകയിൽ ബ്രേക്കപ്പ്, പ്രണയനൈരാശ്യം, അവൻ മൈൻഡ് ചെയ്തില്ല. കാര്യം പലതാകാം. പ്രശ്നം അതിന്റെ പേര് കള്ളക്കേസ് കൊടുക്കുകയാണോ? നാളെ നിങ്ങളുടെ മകനെയാണ്, നിങ്ങളുടെ സഹോദരനെയാണ് അങ്ങനെ കള്ളക്കേസിൽ കുടിക്കാൻ ആലോചിച്ച് നോക്കുക. ഈ പെണ്ണിനെതിരെ പരാതി എടുക്കണമെന്ന് ആർക്കും ഇവിടെ ആവശ്യമില്ല. അതെന്താ ഇല്ലാത്തത്? പച്ച കള്ളം പറഞ്ഞ് ബാക്കിയുള്ളവരുടെ ജീവിതത്തെ ഈ രീതിയിൽ മോശമാക്കുന്ന ഒരു പെൺകുട്ടിക്കെതിരെ പരാതി എടുക്കാൻ ഇവിടെ മാധ്യമങ്ങൾക്കൊന്നും ആവശ്യമില്ല. അതെന്താ? ഈ കള്ളത്തരം എന്നെങ്കിലും നമ്മൾ നിർത്തണം. അതിനെതിരെയാണ് ഞാൻ ഏതെങ്കിലും രീതിയിൽ ഇതിൽ ഇടപെടാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. പത്തനംതിട്ടയിൽ അവൾക്കെതിരെ കേസ് എടുക്കണം. ബാക്കി കൂടെയുള്ള 13ഉം 14 വയസ്സുകാരനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരാമെങ്കിൽ ഇവളെ കസ്റ്റഡിയിൽ എടുക്കണം. അതാണ് ചെയ്യേണ്ടത്. പക്ഷെ അത് ചെയ്യണമെന്ന് പറയാനുള്ള നട്ടല് നമ്മുടെ മാധ്യമ പ്രവർത്തകർക്കില്ല. എല്ലാ പ്രധാന മാധ്യമങ്ങളിലും വാർത്ത വന്നിട്ടുണ്ട്. എല്ലാ പ്രധാന മാധ്യമങ്ങളിലും മാതൃഭൂമി, സഹപാഠികൾ പീഡനം നടന്നിട്ടില്ലെന്ന് വൈദ്യപരിശോധനാ റിപ്പോർട്ട്. പത്തനംതിട്ടയിൽ 13കാരിയെ പീഡിപ്പിച്ചെന്ന പരാതി, കസ്റ്റഡിയിലെടുത്ത 6 പേരെ പോലീസ് വിട്ടയച്ചു. ആ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുമ്പ് പോലീസുകാരന് തലയ്ക്കകത്ത് ഊളയില്ലേ? അവൻ പോയി അന്വേഷിക്കണ്ടേ? കൊച്ചു പിള്ളേരല്ലേ? 13ഉം 14 വയസ്സായ പിള്ളേരെ അറസ്റ്റ് അവരുടെ മാനസികമായി എന്തുമാത്രം പീഡനമായിരിക്കും അത്? ഒരു ആയുഷ്കാലത്തേക്ക് അവർക്ക് വേദനയല്ലേ? അവരുടെ ചുറ്റും കുടുംബക്കാരും പറ്റുമില്ലേ? പരാതി കേട്ട അപ്പം ചാടി ഇറങ്ങിക്കോളും പോലീസും. എന്തെങ്കിലും പറഞ്ഞാൽ കൂടി പറയുന്നില്ല. അതുകൊണ്ട് അതിശക്തമായ ആക്ഷൻ ആ പെൺകുട്ടിക്കെതിരെ എടുക്കണം. എന്താ ചെയ്യാൻ പറ്റിയെന്ന് നോക്കാം.